അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കടന്ന് ഇടുക്കിയിലേക്ക് രാസവസ്തുക്കൾ കലർത്തിയ പാൽ വ്യാപകമായി കടന്നുവരികയാണ്. ഫോർമാലിൻ പോലുള്ള രാസവസ്തുക്കളാണ് ഈ പാലിൽ കലർത്തുന്നത്. ഇതുമൂലം ദിവസങ്ങളോളം പാൽ കേടാകാതെ ഇരിക്കുമെന്നതാണ് പ്രത്യേകത. ഈ പാൽ വില കുറച്ചാണ് ചായക്കടകളിലും മറ്റും വിൽപ്പന നടത്തുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുന്ന മാരക രാസവസ്തുക്കൾ ചേർത്ത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് പാലെത്തുകയാണ്. ശവശരീരങ്ങൾ അടക്കമുള്ളവ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമാലിൻ എന്ന രാസവസ്തു ചേർത്ത പാലാണ് അതിർത്തി കടന്ന് എത്തുന്നത്. കമ്പംമെട്ട് കുമളി ചെക്ക് പോസ്റ്റുകളിലൂടെ വൻതോതിൽ തമിഴ്നാട് പാൽ എത്തുകയാണ്. 25 രൂപയാണ് ഈ പാലിന് വില. രാസവസ്തു ചേർക്കുന്നതിനാൽ ദിവസങ്ങളോളം കേടുകൂടാതെ ഇരിക്കുമെന്നതിനാൽ ഹോട്ടൽ ഉടമകളടക്കം ഈ പാൽ വാങ്ങുകയാണ്. കക്കൂസ് ശുചിയാക്കാനും ഉപയോഗിക്കുന്ന ഫോർമൽ ഡിഹൈഡ് സൊല്യൂഷന്റെ ഫോർമാലിൻ കുപ്പികൾ മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭ്യമാണ്. 40 ലിറ്റർ പാലിന്റെ ക്യാനിൽ 4 തുള്ളി ഫോർമാലിൻ ചേർത്താൽ ഇത് ഒരാഴ്ചയോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. ഇത്തരം പാൽ ഉപയോഗിക്കുന്നത് വൻ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതായി വിദഗ്ധർ പറയുന്നു. അൾസർ, കരളിന് സുഷിരം വീഴുക തുടങ്ങിയവ ഇതുമൂലമുണ്ടാകും. കുട്ടികൾക്കാണ് പാൽ ഉപയോഗിക്കുന്നതിലൂടെ ഏറെ ദോഷമുണ്ടാകുന്നത്. പാൽ പുളിക്കുന്നതിന് കാരണമാകുന്ന സൂക്ഷ്മാണുക്കളെ ഫോർമാലിൻ നശിപ്പിക്കുന്നതിനാലാണ് ദിവസങ്ങളോളം കേടുകൂടാതെ ഇരിക്കുന്നത്. കേരളത്തിലെ വ്യാപാരികൾ തമിഴ്നാട് പാലിനെ ആശ്രയിക്കുന്നതിനാൽ ക്ഷീരകർഷകർ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. കാലിത്തീറ്റയുടെ വിലവർധനയും തീറ്റപ്പുല്ലിന്റെ ലഭ്യതക്കുറവും മൂലം നട്ടം തിരിയുമ്പോഴാണ് രാസവസ്തു ചേർത്ത പാൽ സംസ്ഥാനത്താകമാനം വിറ്റഴിക്കുന്നത്. പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു നടപടിയും ചെക്ക് പോസ്റ്റുകളിൽ സ്വീകരിക്കുന്നില്ല. ചെന്നൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഫോർമാലിൻ വിപണിയിലെത്തിക്കുന്നത്. ചെക്ക് പോസ്റ്റുകളിൽ ക്ഷീരവികസന ആരോഗ്യ വകുപ്പുകൾ പരിശോധന നടത്താത്തതാണ് വൻതോതിൽ തമിഴ്നാട് പാൽ കേരളത്തിലേക്ക് ഒഴുകിയെത്താൻ കാരണം. ഫോർമാലിൻ എന്ന ഈ രാസവസ്തു പാലിൽ ഉപയോഗിക്കുന്നതുവഴി വൻ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് കാരണമാകുന്നത്. അധികൃതർ അടിയന്തരമായി ഈ വിഷയത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഷിനു ജോണിനൊപ്പം എസ് സൂര്യലാൽ, ഇടുക്കി നെറ്റ് ന്യൂസ്.